അധികാരം നേടിയെടുക്കാൻ എന്തെല്ലാം സംഭവങ്ങളോ, അധികാരത്തിന് വേണ്ടി ഏതെല്ലാം തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ നടന്നിട്ടുള്ള സംഭവങ്ങൾ ലോക ചരിത്രത്തിലുണ്ട്. നമുക്ക് പലതും അറിയാമെങ്കിലും ലോകചരിത്രത്തിൽ വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. കേവലം 20 മിനിറ്റ് മാത്രം അധികാരത്തിലിരുന്ന ലൂയി ആൻ്റോണിയോ എന്ന മനുഷ്യനെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യത കുറവാണ്. 1830 ലൂയി 10 കാലഘട്ടങ്ങളിൽ നടന്ന ജൂലൈ റിവല്യൂഷൻ എന്നൊരു വിപ്ലവത്തിൽ പൊതുജനങ്ങൾ ചാൾസ് 10 നിഷ്കാസിതനാക്കിയപ്പോൾ പകരക്കാരനായി പെട്ടെന്ന് രാജാവെ അവരോധിക്കപ്പെട്ടതാണ് ലൂയി ആൻ്റോണിയോ. എന്നാൽ കേവലം 20 മിനിറ്റ് മാത്രമാണ് അദ്ദേഹം അധികാരത്തിലിരുന്നത്. ക്ലിയോപാട്ര ജനനം കൊണ്ട് ഗ്രീക്കുകാരിയാണെങ്കിലും മാർക്ക് ആൻ്റണിയെ എന്ന പ്രസിദ്ധനായ മനുഷ്യനെ കൂട്ടുപിടിച്ചത് ലൗകിക സ്നേഹമല്ല, സ്വന്തം ആങ്ങളെ അധികാരത്തിൽ നിന്ന് അകറ്റിയെടുക്കാനുള്ള തന്ത്രങ്ങളായിരുന്നു എന്ന് ചരിത്രം പറഞ്ഞത്. അപ്പോൾ അധികാരത്തിന് വേണ്ടി ആങ്ങളെയെന്നോ ഭർത്താവെന്നോ ഭാര്യയെന്നോ അപ്പനെന്നോ വ്യത്യാസമില്ലാതെ ആധുനിക കാലത്തും പുരാതന കാലത്തുമൊക്കെ എന്തെല്ലാം സംഭവങ്ങൾ അത് അരങ്ങേറിയിട്ടുണ്ട്, ഇനിയും എന്തെല്ലാം അരങ്ങേറാനിരിക്കുന്നു. അത് വെച്ച് നോക്കുമ്പോൾ 1830 സംഭവമാണ് ലൂയി ആൻ്റോണിയോ എന്ന 20 മിനിറ്റ് മാത്രം അധികാരത്തിലിരുന്ന അപൂർവ വ്യക്തിയാണ്. ഇത് നമുക്ക് ചരിത്രത്തിനൊരു പാഠമാകട്ടെ. ലഭിച്ച അധികാരത്തെ നിലനിർത്താൻ കഴിയുന്നതും അതൊരു കഴിവാണ്. എന്നാൽ ലഭിച്ച അധികാരം പോകാതിരിക്കാൻ കുതന്ത്രങ്ങളെടുത്തതും ചരിത്രത്തിലുണ്ട്. ഇതുപോലെ എന്തെല്ലാം സംഭവങ്ങൾ. ജനനം കൊണ്ട് രാജകുടുംബത്തിൽ ജനിക്കില്ലെങ്കിലും സ്വന്തം കഴിവുകൊണ്ട് അധികാരത്തിലെത്തിയ ലോകപ്രസിദ്ധനായ മനുഷ്യനാണ് ഇതേ ഫ്രാൻസിലെ തന്നെ നെപ്പോളിയൻ ബോണപ്പാർട്ട്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചരിത്ര മനുഷ്യനാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. എന്നെ പോലെ മാത്രമല്ല അനേകർക്കും ചരിത്ര കുതകികൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. അസാധ്യമെന്നതെന്ന് ഒന്നില്ലെന്നും അതെൻ്റെ നിഘണ്ടുവിലില്ലെന്നും പറഞ്ഞ സ്വന്തം കഴിവുകൊണ്ട് സ്വന്തം നിലയിൽ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായ മനുഷ്യൻ ജീവിച്ച അതേ ഫ്രാൻസിലെ സംഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്.